Hi friends, എല്ലാവർക്കും പുതിയൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന പോലത്തെ ഇലുമിനേഷൻ ലൈറ്റ് ഞാൻ വൈഫൈ വെച്ച് കൺട്രോൾ ചെയ്ത് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ പ്രൊജക്റ്റിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ESP8266 നോഡ് MC ബോർഡാണ്. നമുക്ക് ESP8266 അല്ലെങ്കിൽ ESP32 ഉപയോഗിക്കാൻ പറ്റും. ESP32ക്ക് നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും, അതായത് സൗണ്ട് റിയാക്ഷൻ അതുപോലത്തെ ഫീച്ചേഴ്സ് കിട്ടും. ഈ ബോർഡിന് ആകെ കളർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന LED സ്ട്രിപ്പ് WS2812B Neopixel LED ചിപ്പാണ്. ഈ LEDക്ക് സാധാരണ RGB LEDയിലും വ്യത്യാസമുണ്ട്. കാരണം സാധാരണ RGB LEDക്ക് 4 കണക്ഷനുള്ളത്, ഇതിനാകെ 3 കണക്ഷനുള്ളൂ. സാധാരണ RGB LED കണക്ഷന് 4 കണക്ഷനാണ് ഉള്ളത്: ബ്ലൂ, റെഡ്, ഗ്രീൻ, പിന്നെ 12 വോൾട്ട്. ഇതെല്ലാ LEDക്കും പാരലൽ ആയിക്കോളും. അതായത് ബ്ലൂവിൽ കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ സ്ട്രിപ്പിലുള്ള മുഴുവൻ ബ്ലൂ കത്തും, റെഡിലാണെങ്കിൽ റെഡ് കത്തും, ഗ്രീനിലാണെങ്കിൽ ഗ്രീൻ കത്തും. പക്ഷേ WS2812B Neopixel LED സ്ട്രിപ്പിന് വ്യത്യാസമുണ്ട്. ഇതിന് കോമൺ ആയിട്ട് 5 വോൾട്ടും ഗ്രൗണ്ടുമാണ് ഉള്ളത്. പിന്നെ എല്ലാത്തിനും സിഗ്നൽ പോകുന്നുണ്ട്. സിഗ്നൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മൈക്രോ കൺട്രോളർ പോലത്തെ ബോർഡ് വേണം. സാധാരണ 12 വോൾട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. Neopixel LED സ്ട്രിപ്പിൽ ഇതുപോലെ കാണുന്ന പോലെ എല്ലാം RGB കളർ LED ചിപ്പിൻ്റെ അകത്ത് ഓരോ ഇൻഡിവിജ്വൽ ചിപ്പ് ഉണ്ടാവും. ഈ ചിപ്പ് ആയിക്കളും അതിൻ്റെ വാല്യൂ നോക്കണത്, അതായത് ഒന്നാമത്തെ ചിപ്പ് ഫസ്റ്റ് ആയിക്കളും രണ്ടാമത്തെ ചിപ്പ് സെക്കൻഡ് ആയിക്കളും. അപ്പോൾ മൈക്രോ കൺട്രോളായിട്ട് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ചിപ്പ് കത്താൻ പറയുമ്പോൾ ആദ്യത്തെ ചിപ്പ് ആയിക്കളും കത്തണം. അതിൻ്റെ അകത്ത് ഇന്ന കളറൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ ചിപ്പിന് വിളിക്കുമ്പോൾ രണ്ടാമത്തെ ചിപ്പ് ആയിക്കളും കത്തണം. അതിൻ്റെ അകത്ത് റെഡ്, ഗ്രീൻ, ബ്ലൂ ഓരോ അളവിൽ കത്തും. അടുത്തത് നമുക്ക് ESP8266ലേക്ക് വേണ്ട സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം തന്നെ ESP8266നെ കമ്പ്യൂട്ടറായിട്ട് പ്ലഗ് ചെയ്യാം. അതിനുശേഷം ഗൂഗിൾ ക്രോമിൽ ചെന്നിട്ട് install.wled.me എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യണം. ഇപ്പോൾ WLEDൻ്റെ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ ഇൻസ്റ്റാൾ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ അടിയിൽ അതിൻ്റെ വേണ്ട വെർഷൻ കാണാൻ പറ്റും. ഇപ്പോൾ വെർഷൻ ഞാൻ മാറ്റമുള്ള അത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യാം. ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യുമ്പോൾ സൈഡിൽ ഇതുപോലത്തെ പോപ്പപ്പ് മെനുവിൽ കോം പോർട്ട് സെലക്ട് ചെയ്യാൻ പറയും. എൻ്റെ COM 3 ആണ്. അപ്പോൾ സെലക്ട് ചെയ്ത് കണക്ട് പ്രസ് ചെയ്യാം. ഇപ്പോൾ ബോർഡായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കണേ. അതിനുശേഷം ഡിവൈസ് ഡാഷ്ബോർഡ് തന്നെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ WLED സെലക്ട് ചെയ്യണം, ഇൻസ്റ്റാൾ പ്രസ് ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ വൈഫൈ ആയിട്ട് കൺഫിഗർ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ട നെറ്റ്വർക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ആഡ് ടു ഹോം അസിസ്റ്റൻറ്റ്. നമുക്ക് വേണമെങ്കിൽ ഈ RGB LED സ്ട്രിപ്പ് അല്ലെങ്കിൽ നോഡ് MCU നമുക്ക് ഡയറക്റ്റ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അലക്സ ആയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ വിസിറ്റ് ഡിവൈസ് സെലക്ട് ചെയ്യാൻ പോലെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെബ് പേജിലെത്തും. ഇത് വെച്ച് നമുക്ക് LED കളറും കൺട്രോൾ ചെയ്യാൻ പറ്റും, എഫക്ട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും, സെഗ്മെൻറ്റേഷൻ ഒക്കെ പറ്റും. ഇന്നൊക്കെ ആദ്യം LED ESP8266ലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അടുത്തത് നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷനിലേക്ക് പോകാം. അതിൻ്റെ അകത്ത് നമുക്ക് LED പ്രിഫറൻസസ് ചെല്ലണം. ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം കറണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് GPIO വേണം, അതായത് നോഡ് MCUൻ്റെ ഔട്ട്പുട്ട് പിന്നെ ഏതാ സെലക്ട് ചെയ്യേണ്ട. ഇപ്പം ഞാൻ GPIO 2 തന്നെ സെലക്ട് ചെയ്യണം, അതായത് നോഡ് MCUൻ്റെ പിൻ നമ്പർ D4. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് LED സെലക്ട് ചെയ്യണം. ഇപ്പം ഇതിനകത്ത് 30 കിടക്കണം. ഞാനിപ്പോൾ ഏകദേശം ഇത് 5 മീറ്ററിൻ്റെ സ്ട്രിപ്പാണ്. അപ്പോൾ 300 LEDs ഉണ്ടാവും. പിന്നെ നമുക്ക് സ്കിപ്പ് LEDs കാണാൻ പറ്റും, അതായത് ഇത്രം LED കഴിഞ്ഞാൽ ലൈറ്റിംഗ് തുടങ്ങോളും, അതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. അത്രയുള്ളൂ ഇതിൻ്റെ കൺഫിഗറേഷൻസ്.
പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ IR റിമോട്ടും ബാക്കിയുള്ള സെൻസേഴ്സൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രൈറ്റ്നസ് ലിമിറ്റർ കാണാൻ പറ്റും. മാക്സിമം കറണ്ട് 850 mAh ആണ്. ഇപ്പോൾ ഞാൻ 5 മീറ്റർ കണക്ട് ചെയ്യണത്. ഒരു LED 0.06 mAh മാക്സിമം എടുക്കും. അപ്പം 300 LED ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഏകദേശം 18 ആംപിയറോളം ഈ LED സ്ട്രിപ്പ് എടുക്കും. 18 ആംപിയർ മാക്സിമം ആണ്. അത്രം എടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ മാക്സിമം കറണ്ട് 10 ആംപിയർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഇത്രയുള്ള ഇതിൻ്റെ സെറ്റിങ്സ്. ഇനി നമുക്ക് LED സ്ട്രിപ്പ് ESP8266 ആയിട്ട് കണക്ട് ചെയ്യാം. സേവ് സെലക്ട് ചെയ്യണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വൈഫൈ സെലക്ട് ചെയ്തിട്ട് വൈഫൈന് വില വ്യത്യാസം വരുത്തിയാൽ അതൊക്കെ വരുത്താൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കണക്ട് ചെയ്യേണ്ട IP അഡ്രസ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ http://led.local എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം വെബ് പേജ് എടുക്കണമെങ്കിൽ നമ്മൾ സേവ് ചെയ്ത ആ സെയിം IP അഡ്രസ്സിൻ്റെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പേജിലെത്തും. ഇനി നമുക്ക് LED സ്ട്രിപ്പ് കണക്ട് ചെയ്ത് നോക്കാം. ഈ LED സ്ട്രിപ്പ് 5 വോൾട്ടിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബെഞ്ച് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പിൻ്റെ ഗ്രൗണ്ട് നോഡ് MC-ൻ്റെ ഗ്രൗണ്ടിലേക്കും സിഗ്നൽ വയർ D4ലേക്കും കണക്ട് ചെയ്യാം. ഇനി നമുക്ക് LED-ലേക്ക് പവർ ഓൺ ചെയ്യാം. ഇപ്പോൾ LED സ്ട്രിപ്പ് യെല്ലോ കളർ കത്തണം. നമുക്ക് ഈ കളർ വീല് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യണ അനുസരിച്ച് ഈ LED അതുപോലെ തന്നെ കത്തും. ഇപ്പം ഞാൻ റെഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ റെഡ് ആണ് കാണാൻ പറ്റും, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ. പിന്നെ കൂടാതെ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് അല്ല, നമ്മൾ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുകയാണെങ്കിൽ ഇതുപോലത്തെ ബ്രൈറ്റ്നസ് ബാർ കാണാൻ പറ്റും. ഞാൻ മാക്സിമത്തിൽ ഇടുകയാണെങ്കിൽ ഇത്രയും ബ്രൈറ്റ്നസ് ഉണ്ടാവും. ഇപ്പോൾ വൈറ്റ് സെലക്ട് ചെയ്ത്, കൂടാതെ നമുക്ക് ഇതിനകത്ത് വേറെ കുറേ എഫക്റ്റ് കിട്ടും. അതിനുവേണ്ടി FX ചെല്ലണം. സോളിഡ് ആണെങ്കിൽ ഒറ്റ കളർ മാത്രം കത്തോളും. പിന്നെ ഇത് കാണുന്ന മുഴുവൻ ഇതിൻ്റെ എഫക്ട്സ് ആണ്. ബ്ലിങ്ക് ആണെങ്കിൽ LED ബ്ലിങ്ക് ആവും. അതിൻ്റെ ടൈമിംഗ് ഒക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കോമൺ കളർ വൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ചേസ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ചേസിൻ്റെ ലെങ്ത്ത് കുറക്കണമെങ്കിൽ വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ വിഡ്ത്ത് കുറഞ്ഞ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പീഡ് കുറക്കാനും പറ്റും. പിന്നെ റെയിൻബോ എഫക്റ്റ് ഒക്കെ കിട്ടും. എഫക്റ്റ് എല്ലാം സെർച്ച് ചെയ്യണമെങ്കിൽ മോളിൽ സെർച്ച് ബാർ വന്നിട്ടുണ്ട്, അവിടെ ടൈപ്പ് ചെയ്താൽ കിട്ടും. ഇതാണ് റെയിൻബോ എഫക്റ്റ്. അതിൻ്റെ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എഫക്റ്റിൻ്റെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ LED ഓഫ് ചെയ്യണമെങ്കിൽ ഇവിടെ പവർ ബട്ടൺ അവർ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ LED ഓഫ് ആവും, വീണ്ടും ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഓൺ ആവും. പിന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ പവർ ബട്ടൺ കാണാൻ പറ്റും. പവർ ബട്ടൺ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്താലും ഈ LED സ്ട്രിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് എടുക്കില്ലെന്നല്ല, ഇതിൻ്റെ അകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ചിപ്പ് കറണ്ട് എടുക്കും.
അപ്പോൾ എന്നാൽ ഒരു വേറൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് പവർ സേവിങ്ങിന്. ഇതായിട്ട് നമുക്ക് റിലേ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ചിപ്പ് ഓഫ് ചെയ്യണ പകരം അവർ റിലേ ഓഫ് ചെയ്യും. അപ്പോൾ ഇതിനകത്തേക്ക് കറണ്ട് പോകാണ്ട് നമുക്ക് പവർ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ WLEDൻ്റെ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ വന്നിട്ട് WLED സെർച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് WLED എയർ കുക്കിൻ്റെ ആപ്പ് കാണാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് WLEDൻ്റെ ആപ്പ്. നമുക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഡിസ്കവർ ലൈറ്റ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഫൗണ്ട് WLED കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം WLED ഡിസ്കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ WLED ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ പവർ ബട്ടൺ നിൽക്കണമെങ്കിൽ LED ഓഫ് ആവണം കാണാൻ പറ്റും. വീണ്ടും പ്രസ് ചെയ്യണമെങ്കിൽ ഓൺ ആകാൻ കാണാൻ പറ്റും. ഇതുമ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്ലൂ, ഗ്രീൻ, റെഡ്. പിന്നെ എഫക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിൽ കൺട്രോൾ ചെയ്ത പോലെ തന്നെ എഫക്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്ലിങ്ക് എഫക്റ്റ്, ചേസ്, അതുപോലെ തന്നെ അതിൻ്റെ വെഡ്ത്തും സ്പീഡൊക്കെ കുറക്കാൻ പറ്റും. പിന്നെ സെഗ്മെൻറ്റ്സ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇത്ര നമ്പർ ഓഫ് LED ഒരു സെഗ്മെൻറ്റ് ആക്കണം. പിന്നെ ബാക്കിയുള്ള LED രണ്ടാമത്തെ സെഗ്മെൻറ്റ് ആക്കണം. അതുപോലെ ഇങ്ങനത്തെ സെഗ്മെൻറ്റ് ആക്കണമെങ്കിൽ ഈ LEDs ഈ ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിനും ഓരോ ഓപ്ഷൻ ആയിരിക്കും ഉള്ളത്. അതായത് നമുക്ക് ഓരോ സെഗ്മെൻറ്റ് ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓരോത്തിൽ നിന്ന് ഓരോ എഫക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് സെപ്പറേറ്റ് കളറും സെലക്ട് ചെയ്യാൻ പറ്റും. ഇത്രയോളം എൻ്റെ മൊബൈലിലുള്ള ഓപ്ഷൻസ്. LED സ്ട്രിപ്പും അതിൻ്റെ കോർണറിൽ ഒട്ടിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു കോർണറിൽ ഫിറ്റ് ചെയ്യണ അലൂമിനിയം പ്രൊഫൈൽ വാങ്ങിച്ചിട്ട് അതും LED സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ പ്രൊഫൈലും അതിൽമ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചേക്കണം. പിന്നെ ഒരു LEDൻ്റെ D0 എന്ന് അടുത്ത LEDൻ്റെ D ഇന്നിലേക്കാണ് പോകേണ്ടത്. എന്നാലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ സോളിഡ് കളറാണ് സെറ്റ് ചെയ്തേക്കണം. ഇനി നമുക്ക് സോളിഡ് കളർ മാറ്റി വെക്കാം. ഇപ്പോൾ റെഡാണ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. ഇനി നമുക്ക് കുറച്ച് എഫക്ട്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആൻഡ്രോയിഡ്, ബ്ലിങ്ക്, ബൗൺസിങ് ബോൾസ്, പിന്നെ ചേസ്. ഇപ്പം ഞാൻ ചേസിൻ്റെ ബ്ലൂ കളറിൻ്റെ പകരം വൈറ്റ് കളർ സെലക്ട് ചെയ്യാൻ പോണ്. ഇന്നൊക്കെ ഇതിൻ്റെ സ്പീഡും വിഡ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 3 പിക്സലാണ് വിഡ്ത്ത്. അതുപോലെ കൂട്ടാനും പറ്റും. പിന്നെ ചേസ് 2, 3. നമുക്ക് ഇതിനകത്ത് വൈറ്റ് കളറിന് പകരം ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രീൻ, ബ്ലൂ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ വൈറ്റ് കോമൺ ആയിട്ട് സെലക്ട് ചെയ്യണം. പിന്നെ ചേസ് റെയിൻബോ, ഡ്രിപ്പ് എഫക്റ്റ്, ഫെയറിയിൽ ഓരോ പിക്സൽ ഓഫ് ആവണേ ചെയ്യണം. അതായത് ഇത്രം പിക്സൽ ഇടവിട്ട് ഓരോന്നും ഓഫാവും. ഓഫാവലല്ല, പതുക്കെ ഫീഡായിട്ട് ഓഫാവുള്ളൂ. പിന്നെ ഫയർ വർക്ക്, വണ്ടി, LED ഫിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊഫൈൽമ ഡിഫ്യൂസർ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡിഫ്യൂസർ ഇട്ട LED ഇതുപോലെയൊക്കെയാണ് കാണുന്നത്. ഇനി നമുക്ക് മോഡ്യൂളായിട്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാം.
ഇപ്പം നമുക്ക് കളർ ചേഞ്ച് ചെയ്യണ കാണാൻ പറ്റും. കൂടാണ്ട് 5 വോൾട്ടിൻ്റെ LED സ്ട്രിപ്പ് നീളത്തിൽ ഒട്ടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ പവർ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എൻഡിലെത്തുമ്പോൾ എല്ലാം LEDക്ക് ഈക്വൽ ആയിട്ടുള്ള വോൾട്ടേജ് അല്ല കിട്ടണം. അപ്പോൾ കളർ വേരിയേഷൻ വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ പെർഫെക്റ്റ് വൈറ്റ് ആണെങ്കിൽ എൻഡിങ്ങിൻ്റെ അവിടെ ആകുമ്പോൾ വേറെ കളറാവും. അതായത് മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് കളർ കയറി വരും. ഇനി നമുക്ക് എല്ലാം LED സെഗ്മെൻറ്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം തന്നെ കമ്പ്യൂട്ടറിൽ ചെല്ലാം. അതിനുശേഷം സെഗ്മെൻറ്റ് ടാബ് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് സെഗ്മെൻറ്റ് 0 കാണാൻ പറ്റും. അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് LED 0, സ്റ്റോപ്പ് LED 238 കാണാൻ പറ്റും. അത് നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സെഗ്മെൻറ്റ് 0 ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഗ്രൂപ്പിംഗ് കാണാൻ പറ്റും, സ്പേസിങ് കാണാൻ പറ്റും. ഗ്രൂപ്പിങ്ങും സ്പേസിങ് എന്താണെന്ന് വെച്ചാൽ സ്പേസിങ് 1 ആണെങ്കിൽ ഓരോ ആദ്യത്തെ ഒരു LED ഗ്ലോയും രണ്ടാമത്തെ LED ഓഫ് ആയിക്കോളും, മൂന്നാമത്തെ ഗ്ലോയും അങ്ങനത്തെ ഒരു ഫോർമാറ്റിലായിക്കോളും. ഇപ്പോൾ ഞാൻ സ്പേസിങ് 5 ഇടണമെങ്കിൽ 5 LED ഓഫ് ആകുമ്പോൾ ഒരു LED കത്തോളും. പിന്നെ ഗ്രൂപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഗ്രൂപ്പിംഗ് 5 ഇട്ടാൽ 5 LED ഓഫ്, 5 LED ഓൺ, അടുത്ത 5 LED ഓഫ്, അങ്ങനത്തെ ഒരു ഫോർമാറ്റിലേക്കുള്ള ഓണാ. ഇപ്പം ഞാൻ ഗ്രൂപ്പിംഗ് 1 ഇട്ട് സ്പേസിങ് 0 ആക്കണമെങ്കിൽ സാധാരണ സ്ട്രിപ്പ് എല്ലാം കത്തിക്കിടക്കും. പിന്നെ നമുക്കിത് ഓരോ സെഗ്മെൻ്റ് ആക്കാം. അപ്പം ഞാൻ സെഗ്മെൻറ്റ് 0 റീനെയിം ചെയ്യാൻ പോകണാണ്. സെഗ്മെൻറ്റ് 0 ബോട്ടംന്ന് സേവ് ചെയ്ത്, അതായത് ഈ ഒരു സെക്ഷനാണ് ഞാൻ ബോട്ടംന്ന് സേവ് ചെയ്തേക്കണം. അതിൻ്റെ സ്റ്റാർട്ട് LED 0, സ്റ്റോപ്പ് LED 79 ആണ്. അതായത് ആ കോർണറിൽ വരെയും 79th LED ആണ്. ഇപ്പം ആ ഒരു സെക്ഷൻ മാത്രം കത്തിക്കിടക്കണ കാണാൻ പറ്റും. അടുത്ത ഞാൻ ഈ സൈഡിലത്തെ സെഗ്മെൻ്റാണ് ആഡ് ചെയ്യണത്. കാരണം ഞാൻ ടോപ്പ് സൈഡിൽ നിന്ന് നെയിം ചെയ്തിട്ട് അവിടുത്തെ സ്റ്റാർട്ടിങ് LED 79ഉം സ്റ്റോപ്പിംഗ് LED 118 ആണ്. അത് ചെയ്യുമ്പോൾ ആ ഒരു കോർണറിൽ വേറെ കളർ കാണാൻ പറ്റും. പിന്നെ മെയിൻ സൈഡ്, അതായത് ഈ മെയിൻ സൈഡ് അടുത്ത സെഗ്മെൻ്റ് ആക്കാം. അതിൻ്റെ സ്റ്റാർട്ട് LED 118ഉം സ്റ്റോപ്പ് LED 238 ആണ്. അതും ഇപ്പം ഞാൻ ഈ ടോട്ടൽ LEDനെ 3 സെഗ്മെൻ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 3 LEDയും ഇൻഡിവിജ്വലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഏറ്റവും മെയിൻ LED ഓഫ് ചെയ്യാൻ പോകണതാണ്. പിന്നെ എൻ്റെ സൈഡ്, പിന്നെ ബോട്ടം LED, പിന്നെ ഓരോ LEDനെ നമുക്ക് ബ്രൈറ്റ്നസ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം മെയിൻ്റെ ബ്രൈറ്റ്നസ് ഞാൻ ഹാഫ് ആക്കി, സൈഡ് ഫുള്ള്, ബോട്ടം ഏറ്റവും മിനിമത്തിലിട്ട്, അതായത് ഓഫ് ചെയ്ത്. കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും ഇൻഡിവിജ്വലായിട്ടുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ബോട്ടത്തിൻ്റെ സൈഡിലൊരു ബോക്സിൽ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത്, പിന്നെ അതിൻ്റെ മെയിൻ യൂസർ ഇൻ്റർഫേസിൽ പോയിട്ടിട്ട് അവിടെ ഞാൻ ഗ്രീൻ കളർ സെലക്ട് ചെയ്ത്. ഇപ്പം നമുക്ക് ബോട്ടം ഗ്രീൻ കളറായിട്ട് കാണാൻ പറ്റും. പിന്നെ ഞാൻ സൈഡ് വേറെ കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി ബോട്ടത്തിൻ്റെ ബോക്സ് ടിക്ക് മാർക്ക് ഡീസെലക്ട് ചെയ്തിട്ട് ടോപ്പ് സൈഡിൻ്റെ അവിടെ ഞാൻ ടിക്ക് മാർക്ക് ഇടും. പിന്നെ അവിടെ ചെന്നിട്ട് മെയിൻ വിൻഡോ ചെന്നിട്ട് കളർ മാറ്റാൻ പറ്റും. പിന്നെ ടോപ്പ് സൈഡ് ഡീസെലക്ട് ചെയ്തിട്ട് ടോപ്പ് മെയിൻ സെലക്ട് ചെയ്തിട്ട് മെയിൻ വിൻഡോയിൽ പോയിട്ട് അവിടെയും കളർ മാറ്റാൻ പറ്റും. പിന്നെ ഓരോ LEDക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള എഫക്ട്സും സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മെയിന് വേറൊരു ചേസ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പം മെയിൻ LEDക്ക് ചേസ് എഫക്റ്റാണ് ഉള്ളത്. സൈഡ് LEDക്ക് മീറ്റിയർ എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടം LEDക്ക് ഫയർ വർക്ക് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേസ് എഫക്റ്റ് ആണ്, കോർണറിൽ നിന്ന് പുറത്തേക്കാണ് ചേസ് എഫക്റ്റ് പോണത്. ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി ആഡ് സെഗ്മെൻ്റ് അവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ട് കളേഴ്സിൽ ചെന്നിട്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്യാം, റെഡ്,
ബ്ലൂ. അതുപോലെ തന്നെ ഔട്ട് സൈഡിൽ നിന്നും ഔട്ട്വേർഡ്സിന് കോർണറിലേക്ക് വന്ന രീതിയിലാക്കാനും പറ്റും. ആഡ് സെഗ്മെൻറ്റിൻ്റെ അവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ട് മെയിൻ വിൻഡോയിൽ ഒന്ന് കളർ മാറ്റാൻ പറ്റും. ഗ്രീൻ, റെഡ്, ബ്ലൂ. അതുകൂടാണ്ട് വേറെ കുറേ എഫക്റ്റ് ഉണ്ട്. ഒരു ഫയറിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ബ്ലൂ കളർ ഫയറാണ്. ഇത് നോക്കുകയാണെങ്കിൽ നോർമൽ ഫയറിൻ്റെ കളറാക്കാനും പറ്റും. പിന്നെ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.